ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മൾട്ടിമീറ്ററിനെ കുറിച്ചാണ്. മൾട്ടിമീറ്റർ ഒരു 80% ആൾക്കാർക്ക് അറിയാം മൾട്ടിമീറ്ററിൻ്റെ ഉപയോഗങ്ങളും കാര്യങ്ങളും എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ. എന്നാലും അറിയാൻ വയ്യാത്ത പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കും ഇലക്ട്രോണിക്സ് ലാപ്ടോപ്പിൻ്റെ ചിപ്പ് ലെവൽ പുതിയതായിട്ട് പഠിക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്കും അവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അതുപോലെ മൾട്ടിമീറ്റർ ഏതൊക്കെ തരങ്ങളുണ്ടെന്ന് മിക്കവാറും ആൾക്കാർക്ക് അറിയാം. ഇപ്പം നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ മീറ്റർ ഇത് ഡിജിറ്റൽ മീറ്ററാണ്. ഡിജിറ്റൽ മീറ്റർ ഓട്ടോ റേഞ്ച് മീറ്ററാണിത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു മീറ്റർ എന്ന് പറഞ്ഞാൽ അനലോഗ് മീറ്ററാണ്. അനലോഗ് മീറ്റർ ഇപ്പോൾ പൊതുവെ അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. പിന്നെ ഷോർട്ടിങ്ങും കാര്യങ്ങളുമൊക്കെ കണ്ടുപിടിക്കാനും ചെറിയ കപ്പാസിറ്ററിൻ്റെ ലീക്കും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനും അനലോഗ് മീറ്ററാണ് കുറച്ചുകൂടെ ബെറ്റർ. പക്ഷെ ഉപയോഗിക്കാനൊരു അല്പം പാടാണ്. അതൊന്ന് ഉപയോഗിക്കാനായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് അനലോഗ് മീറ്റർ. അതേസമയം നമ്മുടെ ഈ മീറ്റർ ആണെങ്കിൽ ഉപയോഗിക്കാൻ പുതിയതായിട്ട് തുടക്കക്കാർക്കും ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ റേഞ്ചുകളും കാര്യങ്ങളെല്ലാം പഠിക്കാനും പറ്റും. ഓക്കെ, ഇപ്പം ഫസ്റ്റ് കാണുന്ന ഈ സിമ്പിള് ഇത് വോൾട്ടേജ് ആണ്. വോൾട്ടേജ് ചെക്ക് ചെയ്യാനുള്ളതാണ്. ഇത് AC-യുടെ സിമ്പിളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ തൊട്ട് മേളിലുള്ള V എന്നുള്ളത് V കഴിഞ്ഞ് ഒരു ഡയറക്റ്റ് ലൈൻ അല്ല കാണിച്ചേക്കുന്നത്, അതിൻ്റെ താഴെ ഡോട്ടും. ഇത് വരുന്നത് DC ആണ് മെൻഷൻ ചെയ്യുന്നത്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഓംസ്, റെസിസ്റ്ററിൻ്റെ ഒക്കെ വാല്യൂ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഓംസ്. പിന്നെ ഈ കാണുന്ന ഓറഞ്ച് കളറിൽ ഡയോഡ് ഇട്ട് കാണിച്ചേക്കുന്നത് അതിൻ്റെ ഡയോഡ് ചെക്ക് ചെയ്യാനുള്ള മോഡാണ്. അതും ഈ മീറ്ററിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ ഓരോ ഓപ്ഷനിൽ തന്നെ മൾട്ടി ചെക്കിംഗ് മോഡുണ്ട്. അതായത് റെസിസ്റ്റർ ചെക്ക് ചെയ്യാം, ഡയോഡ് ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ ബസർ മോഡും ഉണ്ട്. ഈ 3 മോഡും ഈ തന്നെയാണ് വരുന്നത്. ഇത് മോഡ് ചേഞ്ച് ചെയ്യുന്നത് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഓംസിലാണ് കിടക്കുന്നത്. കഴിച്ചാൽ മീറ്റർ അതിൻ്റെ നോബ് കിടക്കുന്നത് ഓംസിലാണ്. അതുപോലെ തന്നെ ഈ മീറ്ററിൻ്റെ റേഞ്ച് ഇവിടെ കാണിക്കുന്നതിനകത്ത് തന്നെ ഓംസ് സിമ്പിൾ കാണിക്കുന്നുണ്ട്. ഓംസ് സിമ്പിൾ കാണിച്ചാൽ നമ്മൾ റെസിസ്റ്ററും കാര്യങ്ങളും ചെക്ക് ചെയ്യാനുള്ള മോഡാണ്. ഓംസ് ആണ് ഇതിൻ്റെ വാല്യൂ. റെസിസ്റ്ററിൻ്റെ വാല്യൂ അറിയാലോ, യൂണിറ്റ് അറിയാലോ, ഓംസ് ആണ്. ഓംസ് ചെക്ക് ചെയ്യാനായിട്ട് റെസിസ്റ്റർ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണിത്. ഇതിൻ്റെ 1-2 അതായത് ഈ മീറ്ററിൻ്റെ ഈ പ്രോബ് ഇതിൻ്റെ ഒറിജിനൽ മീറ്റർ പ്രോബ് അല്ല, അതുകൊണ്ടാണ് ഈ 0.2 ഓംസ് കാണിക്കുന്നത്. നോർമലി പ്രോബ് ഷോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ പ്രോബ് നമ്മൾ ഈ മൈക്രോ കമ്പൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ ഈ പോയിൻ്റുള്ള പ്രോബ് ഇട്ടേക്കുന്നതാണ്. പ്രോബ് കണ്ടല്ലോ, ഇത് പോയിന്റ് പ്രോബാണ്. ഇതിന് ഓംസ് വ്യത്യാസം വരും. മീറ്ററിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഒറിജിനൽ പ്രോബിനാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും 0 അതായത് നമ്മൾ മീറ്റർ ഓക്കെ ആണെങ്കിൽ മീറ്റർ ഷോർട്ട് ചെയ്ത് ഓംസിലിട്ട് മീറ്റർ ഷോർട്ട് ചെയ്ത് അതായത് പ്രോബ് നമ്മൾ ഷോർട്ട് ചെയ്ത് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം 000 കാണിക്കണം. ഇത് 2 ഓംസാണ് കാണിക്കുന്നത്. 2 ഓംസ് കാണിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, പ്രോബ് ചേഞ്ച് ചെയ്തുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെയാണ് ഡയോഡ് ചെക്ക് ചെയ്യുന്നത്. ഡയോഡ് ചെക്ക് ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നത്, നമ്മൾ ഇപ്പോഴത്തേക്ക് ഈ നോബ് എടുത്ത് ഡയോഡ് മോഡിലേക്ക് ഇട്ടിട്ട് ഈ തൊട്ട് മേളിൽ സെലക്ട് എന്നുള്ള ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കണ്ടോ മീറ്ററിൽ ഡയോഡിൻ്റെ ഓപ്ഷൻ വന്നു, ഡയോഡിൻ്റെ സിമ്പിൾ കാണിച്ചു. അപ്പോഴത്തേക്ക് ഇനി ഇത് ഡയോഡ് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ബോർഡിലെ ഷോർട്ടിങ് ചെക്ക് ചെയ്യാം. നമ്മൾ ബോർഡിലെ ഷോർട്ടിങ്ങും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നത് ഈ ഡയോഡിൻ്റെ മോഡിലിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ബസർ ഓപ്ഷനും ഇതിൽ തന്നെയാണ്. അതായത് ഷോർട്ടോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഈ മീറ്ററിൽ തന്നെ നോക്കാതെ നമുക്ക് സിമ്പിളായിട്ട് ഫുൾ ഷോട്ടുള്ള ബോർഡ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ ഡയോഡ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ വിഷയം വെച്ചാൽ ഡയോഡ് മോഡിലിട്ട് ചെക്ക് ചെയ്താൽ നമ്മൾ ഒരു പ്രോബ് ഗ്രൗണ്ടിൽ കൊടുക്കണം, ബ്ലാക്ക് ഗ്രൗണ്ടിലും കൊടുത്ത് പോസിറ്റീവ് പ്രോബ് കൊണ്ട് നമ്മൾ ഷോർട്ട് ചെക്ക് ചെയ്യുന്നു. അതായത് ഈ പ്രോബ് നമ്മൾ ഷോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് കാണിക്കുന്നത് എന്താണോ ആ സെയിം വാല്യൂ ആണ് കമ്പോണൻറ്റിലും കാണിക്കുന്നതെങ്കിൽ ഗ്രൗണ്ടും കമ്പോണൻ്റായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ആ സെക്ഷനിൽ ഷോർട്ട് ഉണ്ട്. അപ്പോൾ ആ സെക്ഷനിൽ ഷോർട്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഡയോഡ് മോഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ബസർ മോഡ് ഉപയോഗിക്കാം. ഇതുകൊണ്ട് ഇപ്പോൾ സിമ്പിൾ ചേഞ്ച് ആയി. ഇവിടെ സെലക്ട് ഒന്നുകൂടെ പ്രസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ബസറിൻ്റെ ഓപ്ഷനാണ് വന്നേക്കുന്നത്. അതായത് സിമ്പിൾ മനസ്സിലായല്ലോ, ഇതാണ് ബസറിൻ്റെ സിമ്പിൾ. അത് ആയിക്കഴിഞ്ഞാൽ പിന്നെ മീറ്ററിന് പ്രോബ് നമ്മൾ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബീപ്പ് സൗണ്ട് അടിക്കും കേട്ടോ. അതുപോലെ തന്നെ വാല്യൂവും കാണിക്കും. നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാം. കാര്യം സൗണ്ട് വെച്ച് നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാം. കാര്യം കമ്പൗണ്ട് ഷോർട്ടാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ ഇതിപ്പം ഈ പ്രോബ് ഷോർട്ട് ചെയ്താൽ കാണിക്കുന്ന സൗണ്ട് ഷോർട്ടിങ്ങുള്ള ബോർഡ് ചെക്ക് ചെയ്താലും കാണിക്കും. അതനുസരിച്ച് നമുക്ക് ഷോർട്ടിങ്ങുള്ള സെക്ഷൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഈ കാണിച്ചേക്കുന്നതാണ് കപ്പാസിറ്റർ ചെക്ക് ചെയ്യാനുള്ളതാണ്. അതായത് മൈക്രോ ഫാരഡ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് മീറ്റർ ഈ ഓപ്ഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതല്ലേ NF അതുപോലെ MUF അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഉണ്ടോ UF മാറി. അതായത് ഇപ്പം
പ്രോബ് ഷോർട്ട് വെച്ചേക്കുവാണ്. ഇപ്പോൾ UF-ലേക്കാണ് ഇത് മാറിയേക്കുന്നത്. ഒരു കപ്പാസിറ്റർ ജസ്റ്റ് ചെക്ക് ചെയ്ത് കാണിക്കാം. കപ്പാസിറ്റർ കണ്ടല്ലോ. കപ്പാസിറ്റർ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് മീറ്റർ കപ്പാസിറ്ററിൻ്റെ മോഡിലേക്ക് ഇടുന്നു. അതിനുശേഷം കപ്പാസിറ്ററിൻ്റെ 2 ലെഗുകളിലേക്ക് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും കൊടുക്കുന്നു. അതായത് 355 μF ആണ്, മൈക്രോഫാരഡാണ് ഈ കപ്പാസിറ്റർ. എന്നാൽ ഇതിൽ മെൻഷൻ ചെയ്തേക്കുന്നത് കാണാൻ പറ്റുന്നില്ലല്ലേ. ഓക്കെ, ഇപ്പോൾ കാണാമല്ലോ. അതായത് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന കപ്പാസിറ്ററിൽ 330 μF ആണ് ഇതിൻ്റെ വാല്യൂ. അതായത് 6.3 വോൾട്ട് 330 μF ആണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളെ കാണിച്ചത് 355 μF ആയിരുന്നു കാണിച്ചത്. അത് മീറ്ററിൽ ചെറിയ അതായത് ഈ 330 മെൻഷൻ ചെയ്താലും കപ്പാസിറ്റൻസിൽ MUF-ൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. 354 MUF ആണ് കാണിക്കുന്നത്. 6.3 വോൾട്ട് നമ്മൾ ഇതിൻ്റെ കപ്പാസിറ്റൻസ് ആണ് ചെക്ക് ചെയ്യുന്നത് ഈ ഓപ്ഷനിൽ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഹെഡ്സ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ക്രിസ്റ്റലിൻ്റെയും മറ്റുമൊക്കെ ഹെഡ്സ് എത്ര ഹെഡ്സ് ആണെന്നുള്ളത്. ഇപ്പം ക്ലോക്കിൻ്റെ ക്രിസ്റ്റൽ ആണെങ്കിൽ 14.3 MHz ആയിരിക്കും. ആ ഹെഡ്സ് ഇവിടെ കാണിക്കും. അതിനുള്ളൊരു ഓപ്ഷനാണ് ഇത്. പിന്നെ ഉള്ളത് ടെമ്പറേച്ചറിനുള്ളതാണ്, ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഫാരഡ്. ഈ ഫാരഡിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇതിന് വേറെ സെപ്പറേറ്റ് പ്രോബ് ഉണ്ട്. ആ പ്രോബ് നിലവിൽ ഞാൻ കാണിക്കാം. ഇതാണ് പ്രോബ്. ഇത് വേറെ മീറ്ററിൻ്റെ പ്രോബാണ്. അതായത് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യേണ്ട ഭാഗത്ത് നമ്മൾ ഈ പ്രോബിൻ്റെ ഈ കാണുന്ന ഒരു ബോൾ പോലെ കാണുന്നുണ്ടല്ലോ, ചെറിയ ലെഡിൻ്റെ ഒരു ബോൾ പോലെ, ഇതാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ സെൻസർ. കുറച്ചുകൂടെ ക്ലിയർ ആവുമെന്ന് നോക്കട്ടെ. കണ്ടോ, ആ കാണുന്നത് ഒരു ബോൾ പോലെ കാണുന്നില്ലേ, അത് നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യേണ്ട. ഇപ്പോൾ എവിടെയാണോ നമ്മൾ ഹീറ്റ് ചെക്ക് ചെയ്യുന്നത് അവിടേക്ക് ആ കമ്പോണൻറ്റിലേക്ക്, ഉദാഹരണമായിട്ട് ഇപ്പം ഇതൊരു കമ്പൗണ്ടാണല്ലോ, ഈ കമ്പൗണ്ടിലെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാണ്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, ഹീറ്റ് അല്ലെങ്കിൽ നോർമലി ഹീറ്റ് ആകുന്ന സമയത്തോ നമ്മൾ ആ കമ്പൗണ്ടിൻ്റെ മേളിലേക്ക് ഇങ്ങനെ മുട്ടിച്ച് പിടിക്കുക. അപ്പോഴത്തേക്ക് മീറ്ററിൽ ഇതിൻ്റെ റീഡിങ് കാണിക്കും. അത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ കോമൺ പോർട്ടിലും ഈ സെയിം മെയിൻ പോർട്ടിലും തന്നെയാണ് നമ്മൾ കുത്തേണ്ടത്, പ്രോബ് കണക്ട് ചെയ്യേണ്ടത്. അതിന് സെപ്പറേറ്റ് പ്രോബാണ്. ആ പ്രോബ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ അറിയാൻ പറ്റും. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പൗണ്ടിലെ ടെമ്പറേച്ചർ അറിയാൻ പറ്റും. പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വന്നേക്കുന്ന ഓപ്ഷനാണ് മീറ്ററിലൊക്കെ NCV. അതായത് ഇത് ഇപ്പം NCV ആണെങ്കിലുണ്ടോ, ഇപ്പം ഇത് സപ്ലൈ ഉള്ള ഒരു ഭാഗത്ത് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം ഒരു സപ്ലൈ പോകുന്ന ലൈനിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ സപ്ലൈ ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഒരു ബീപ്പ് കോഡ് കേൾക്കാം. നോക്കട്ടെ, ജസ്റ്റ് ഒരെണ്ണം കോഡ് ഒരു DC വോൾട്ട് ഒന്ന് കൊടുത്ത് നോക്കാൻ പറ്റും, കേൾക്കില്ല അറിയാം. കേട്ടോ, അതായത് ഈ പ്രോബിൽ കൂടെ സപ്ലൈ ഉള്ളതാണ്. ഉണ്ടോ, ഈ സപ്ലൈ പോകുന്ന ലൈനിൽ ഈ ബീപ്പ് കോഡ് കേൾക്കുക. അതേസമയം ഇപ്പം നമ്മൾ വേറെ പ്രോബ് വെക്കുക. ഉണ്ടോ, ഇതിൽ സപ്ലൈ ഇല്ല, നോർമൽ പ്രോബാണ്, സപ്ലൈ ഇല്ലാത്ത സാധാ ഒരു പ്രോബായി കൊടുത്തേക്കുന്നത്. അപ്പം അതിൽ ബീപ്പ് സൗണ്ട് കേൾക്കത്തില്ല. ഇപ്പം കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉള്ളൊരു ഓപ്ഷനാണ് ഈ NCV. ബീപ്പ് കോഡ് കേൾക്കുന്നത്. ഈ ബീപ്പ് കോഡ് അതായത് NCV-യിൽ ഇടുക, ചെക്ക് ചെയ്യേണ്ട ഭാഗത്ത് നമ്മൾ ഈ മീറ്റർ ഇങ്ങനെ കൈ പിടിച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓടിച്ച് നോക്കുമോ എന്തെങ്കിലും ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഉള്ളത് ആംബിയറാണ്. മൈക്രോ ആംബിയർ, മില്ലി ആംബിയർ, ആംബിയർ. ആംബിയർ ചെക്ക് ചെയ്യാൻ നേരം നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ മീറ്റർ ഈ പോസിറ്റീവ് ലൈന്, അതായത് ഈ ഒരു നെഗറ്റീവ് കോമണെ തന്നെ കൊടുക്കുകയാണ്. പോസിറ്റീവ് നമ്മളെടുത്തിട്ട് 10 ആംബിയർ എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കണം. മാറ്റി കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ മീറ്ററിൽ ഈ ആംബിയർ ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ഒരു ലൈനിൽ കൊണ്ട് നമുക്ക് ആംബിയർ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആംബിയർ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ആംബിയർ ചെക്ക് ചെയ്യേണ്ട ലൈനിൽ സീരീസ് ആയിട്ട് നമ്മൾ മീറ്ററിന് 2 പ്രോബും കൊടുത്ത്
അതിൻ്റെ എൻഡിൽ ലോഡ് കൊടുക്കണം. ഇപ്പം ഒരു ബൾബാണേലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു വയറ്, ജസ്റ്റ് ഒരു വയറ് ഇതൊരു വയറ്, ഈ വയറിൽ രണ്ട് വയറുണ്ടല്ലോ, അതായത് ഒരു പോസിറ്റീവ് ഉണ്ട് ഒരു നെഗറ്റീവ് ഉണ്ട് ഈ കേബിളിനകത്ത്. ഇപ്പം ഈ സബിനകത്ത് പോകുന്ന ഏതെങ്കിലും പോസിറ്റീവ് ലൈനോ നെഗറ്റീവ് ലൈനോ കട്ട് ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ സീരീസ് ആയിട്ട് നമുക്ക് മീറ്റർ കൊടുത്തിട്ട് ഈ പ്രോബിന്റെ എൻഡിൽ ലോഡ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിൽ കൂടെ ആ ഡിവൈസ് ഉപയോഗിക്കുന്ന ആംബിയർ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം മീറ്ററിന്റെ ഉപയോഗം ഏകദേശം എല്ലാവർക്കും മനസ്സിലായില്ലേ, എന്തിനാണ് മീറ്റർ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം. അതായത് ഇത് വരുന്നത് AC വോൾട്ട് ചെക്ക് ചെയ്യാൻ, രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് DC വോൾട്ട് ചെക്ക് ചെയ്യാൻ, മൂന്നാമത്തത് ഓംസ്, ഡയോഡ്, ബസർ മോഡ്, പിന്നെ അടുത്ത കപ്പാസിറ്റൻസ്, ഹെഡ്സ്, സെൽഷ്യസ്, NCV, ആംബിയർ. ഇത് മൂന്നും ആംബിയറിൻ്റെ തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾ DC വോൾട്ട് ഒന്ന് ചെക്ക് കാണിക്കാം. ഇതിപ്പോൾ നമ്മുടെ പവർ സപ്ലൈയിൽ നിന്ന് വരുന്ന ഒരു ലൈനാണ്. ഇതിലേക്ക് ഗ്രൗണ്ട് കൊടുക്കുന്നു. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പോസിറ്റീവും കൊടുത്തു. അപ്പം ഈ ലൈനിലുള്ള വോൾട്ടേജ് ആണ് 19.92 വോൾട്ട്. അതായത് നമ്മുടെ പവർ സപ്ലൈയിലെ ഔട്ട്പുട്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഔട്ട്പുട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾ പവർ സപ്ലൈ ആയതുകൊണ്ട് നമുക്ക് എത്ര വോൾട്ട് വേണമെങ്കിലും നമുക്ക്, അതായത് 0 to 30 വോൾട്ടിൻ്റെ പവർ സപ്ലൈ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ലാപ്ടോപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി 5 ആംബിയറിൻ്റെ ഡിവൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതിൽ നമുക്ക് എത്ര വോൾട്ട് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. ജസ്റ്റ് നോക്കിയാൽ മീറ്റർ നോക്കിയാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു 15 വോൾട്ട് സെറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ മീറ്റർ ആണെങ്കിൽ, ഈ ഓട്ടോ റേഞ്ച് മീറ്റർ ആണെങ്കിൽ ചെക്ക് ചെയ്യാൻ വളരെ സിമ്പിളായിരിക്കും. അതായത് ഇപ്പം മറ്റേ സാധാരണ, അതായത് ഈ ഇതിൻ്റെ തന്നെ ഡിജിറ്റൽ മീറ്റർ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അനലോഗ് ടൈപ്പ്, അതായത് റേഞ്ച്, അനലോഗ് റേഞ്ച് ആയിട്ടുണ്ട്. റേഞ്ച് ഓട്ടോ റേഞ്ചും ഉണ്ട്, അനലോഗ് റേഞ്ചും ഉണ്ട്. അതായത് അനലോഗ് റേഞ്ചിലൊക്കെ നോർമലി വരുന്നത് ആദ്യത്തെ 2 വോൾട്ട് ആയിരിക്കും. 0 to 2 വോൾട്ട് വരെ അത് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. 1 വോൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രോപ്പറായിട്ട് 2 വോൾട്ട് കിട്ടത്തില്ല. പിന്നെ ഉള്ളത് അടുത്ത നമ്മൾ 20 വോൾട്ടാണ് അടുത്ത ഓപ്ഷൻ. അപ്പോൾ ഈ 20 വോൾട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ 2 ഇപ്പോൾ നമ്മൾ ജസ്റ്റ് മറ്റേ മീറ്ററാണെന്ന് ഉദ്ദേശിച്ചു. നമ്മൾ ഉപയോഗിക്കുന്ന മറ്റേ മീറ്ററാണ്, പഴയ മീറ്റർ. അതായത് ഈ റേഞ്ച് ഓട്ടോ റേഞ്ച് മീറ്റർ അല്ല, നോർമൽ റേഞ്ച് മീറ്ററാണ്. അപ്പം ആ നോർമൽ മീറ്റർ ആണെങ്കിൽ ഫസ്റ്റ് വരുന്നത് 2 വോൾട്ട് ആയിരിക്കും, പിന്നെ വരുന്നതായിരിക്കും 20 വോൾട്ട്. അപ്പം ഈ 2 വോൾട്ട് കഴിഞ്ഞ് 20 വോൾട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ നോബ് 20 വോൾട്ട് എന്നുള്ള ഓപ്ഷനിലേക്ക് ഇട്ട് കൊടുക്കണം. അതേസമയം ഈ ഓട്ടോ റേഞ്ച് വോൾട്ടാണ് മീറ്റർ ആണെങ്കിൽ നമുക്ക് ഈ DC വോൾട്ടിൽ തന്നെ ഇട്ടിട്ട് ഈ മീറ്റർ എത്രയാണോ DC വോൾട്ട് മെഷർ ചെയ്യാവുന്ന ആ വാല്യൂ വരെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എന്തെങ്കിലും മീറ്ററിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് റിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടിൻ്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു.